വെള്ളിയാഴ്ച വൈകുന്നേരം ചെറിയൊരു ഷോപ്പിങ്ങിലാണ്. നമ്മൾ കുറേ നാളിന് ശേഷം ചെറിയൊരു യാത്ര പോവാണ്. യാത്രയെന്നൊന്നും പറയാനില്ല. ട്രിവാൻഡ്രത്ത് തന്നെ കഴക്കൂട്ടം ബീച്ചിനടുത്ത് ഒരു ഹോം സ്റ്റേ പോലെയുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒരു ദിവസം രാത്രി ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിലാണിപ്പോൾ. എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പോകുന്നത് ബീച്ചിനടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പിന്നെ കുട്ടികൾക്കുള്ള കുറേ സ്നാക്സും ഒക്കെയാണ് മേടിക്കാനുള്ളത്. ഈ ഒരു ഷോപ്പിങ്ങിൽ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടാവും. വല്ലപ്പോഴും അല്ലേ കുട്ടികൾക്ക് ഇതുപോലെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അവരെ നമ്മൾ ഒരുപാട് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് ബില്ലൊക്കെ ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. ഈ വീട്ടിലെത്തിയിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വെജിറ്റേറിയൻ സാധനങ്ങൾ ആണ് റെഡിയാക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ സോയ വെച്ചിട്ടൊരു കബാബാണ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഒരു 2-3 വിസിൽ വന്നതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. ഞാനൊരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സോയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നിന്ന് ഒരു പകുതി എടുക്കുക. 100 ഗ്രാം എടുത്ത് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. സോയയുടെ മുകളിൽ എപ്പോഴും കുറച്ച് ഇങ്ങനെ പൊടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സോയ നമ്മൾ കറി വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരും. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. ഇനി ഈ വെള്ളം ഊറ്റി എടുക്കാം. സോയ വെള്ളം ഊറ്റി ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അതിൻ്റെ ചൂട് നല്ലപോലെ മാറിയതിന് ശേഷം ഇത് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്തുള്ള വെള്ളം എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ആ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് വെന്തത് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സൈസിനനുസരിച്ച് ഇപ്പോൾ വലുതോ ചെറുതോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം കേട്ടോ. നല്ലപോലെ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി സോയ തണുത്ത് കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ വെള്ളം പിഴിഞ്ഞെടുക്കുക. കബാബ് ഉണ്ടാക്കുമ്പം അതിനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എത്രത്തോളം നല്ലപോലെ വെള്ളം പിഴിഞ്ഞ് കളയാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ കബാബ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഈ ചിക്കനൊക്കെ മിൻസ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അടുത്തതിന് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്, എളുപ്പമാണ്. അപ്പോൾ അതിനകത്തോട്ടൊരു 2 വലിയ സവോളയും കുറച്ച് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് പുതിനയും മല്ലിയും, ചെറിയ പിടി കേട്ടോ, പുതിനയും മല്ലിയും, പിന്നെ ഒരു 5-6 വറ്റൽമുളക്. ഞാൻ ഇതിനകത്ത് പച്ചമുളകിന് പകരം വറ്റൽമുളകാണ് ചേർക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ വെച്ചു. നെയ്യിലാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മിക്സ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത്. എണ്ണയായാലും മതി, നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിനകത്തോട്ട് നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലി എല്ലാം കൂടി ഒന്ന് ഒന്ന് അരിഞ്ഞെടുത്തില്ലേ, അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. ചില റെസിപ്പീസിലൊക്കെ ഇതുപോലെ വഴറ്റത്തില്ല, വെറുതെ ഇതെല്ലാം അരിഞ്ഞതും ഈ ചിക്കനോ സോയയോ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങും ചേർത്ത് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തോ ഫ്രൈ ചെയ്തോ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം സവോളയുടെ ഒക്കെ ഒരു പച്ചപ്പൊന്ന് മാറിക്കിട്ടും. ഓക്കെ, ഇനി അതൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോയ കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ മീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കേട്ടോ, ഏതായാലും മതി. നല്ലപോലെ മിക്സ് ചെയ്തു. പാകത്തിനുള്ള ഉപ്പിടണം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതാണ് കബാബിൻ്റെ കൂട്ട്. ഓക്കെ, ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ കബാബ് കൂടാതെ ഞാൻ പനീറും കൂടി ഗ്രില്ല് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 ക്യൂബ് പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ, തീരെ കനം കുറച്ചല്ല, അത്യാവശ്യം കുറച്ച് കനത്തിൽ തന്നെ ഇതുപോലെ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
ഞാനിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. പിന്നെ മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, നാരങ്ങാനീര് ഇത്രയും കൂടി ഒഴിച്ചു. ഇതിനൊന്നും കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഓക്കെ, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാക്കി എടുക്കാം. ജീരകപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കുമ്പം ജീരകം കൂടിയിട്ട് മസാല ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പനീറിലോട്ട് ഇതുപോലെ എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പനീറ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചു. പിന്നെ ഞാൻ കബാബിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ടുണ്ട്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡി ചെയ്തെടുക്കാം കേട്ടോ. കബാബ് പോലെ ഇങ്ങനെ നീളത്തിനോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നിങ്ങനെ റൗണ്ടായിട്ട് പരത്തിയിട്ടൊക്കെ ചെയ്യാം. ഇതിനി വേറെ കോട്ടിംഗ് ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ എണ്ണ ഒഴിച്ച് പാനിൽ വെച്ച് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ആദ്യം ഒരെണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി സോഫ്റ്റായി പോകുന്നു തോന്നുവാണെങ്കിൽ കുറച്ച് ബ്രെഡ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഈ കബാബിൻ്റെ കൂട്ടിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഒത്തിരി സോഫ്റ്റായി പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ബ്രെഡ് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ അതെ കബാബ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. നമുക്ക് നാളെയാണിത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അടുത്ത ദിവസം ഉച്ചയായി കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമുക്കവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 12:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗ്രില്ലെല്ലാം കാറിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തായതുകൊണ്ട് സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് പോവാം, കുഴപ്പമില്ല. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്കവിടെ എത്താം. അപ്പോൾ കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. പോണ വഴിക്ക് നമ്മൾ കഴക്കൂട്ടം കാർത്തിക പാർക്കിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ഷോപ്പിൽ പോയിട്ട് ഉച്ചയ്ക്കാണ് വന്നത്. പിന്നെ പോകാനുള്ള തിരക്കിനിടയ്ക്കൊന്നും കുക്ക് ചെയ്തില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് അവിടെ എത്താറായി കേട്ടോ. ഇത് പുത്തൻതോപ്പാണ് സ്ഥലം, കഴക്കൂട്ടം പുത്തൻതോപ്പ് ആ ബീച്ചിൻ്റെ സൈഡാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടുകളുടെ എല്ലാം ബാക്ക് സൈഡ് കടലാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ബീച്ച് ഹൗസിലെത്തി. ഇത് നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തതാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൊളീഗ്സ് കുറേ പേര് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഹോം സ്റ്റേയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ. ഒത്തിരി കോമ്പൗണ്ട് ഉണ്ട്. നല്ലൊരു അത്യാവശ്യം വലിയൊരു വീടും വലിയ കോമ്പൗണ്ടാണ്. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും അത് കാണുമ്പോൾ. കാരണം സാധാരണ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒത്തിരി ആൾക്കാരും തിരക്കും അങ്ങനെ ക്രൗഡഡ് ആയിട്ടാണല്ലോ നമ്മളെപ്പോഴും ബീച്ചുകൾ കാണുന്നത്. ഇത് അങ്ങനെയല്ല, ഒത്തിരി ആൾക്കാർ വെച്ചാൽ പബ്ലിക് അങ്ങനെ ഒരുപാട് വരാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ബീച്ചാണ്. നല്ല കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനും വെറുതെ നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനും ഒക്കെ നല്ല സ്ഥലമുണ്ട്. നമ്മൾ എത്തിയപ്പോൾ ഉച്ച സമയമാണ്, നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ട് ഇറങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട്. ഇതൊരു 4 ബെഡ്റൂം ഹൗസാണ്. ഇവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്. പുള്ളി വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് തുറന്ന് കാണാം. നല്ലതാണ്. അപ്പോൾ ആ ചേട്ടൻ വന്ന് നമുക്ക് തുറന്നു തന്നു. ആട്ട കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിടാം എന്ന് തോന്നി. കാരണം കിച്ചണൊക്കെ ആയാലും അത്ര പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ഒന്നും അല്ല. കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ 1-2 ദിവസത്തേക്കൊക്കെ സ്റ്റേ ചെയ്യാൻ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുകളിലത്തെ 2 ബെഡ്റൂംസാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നത് ബീച്ചാണ്, കടലാണ്. ശരിക്കും ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. ആ ബെഡ്റൂംസിൽ 2ലും വലിയ ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമുക്ക് ഈ കടൽ കാണാം. വൈകുന്നേരത്തെ ചെറിയൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് വെയിലൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ബീച്ച് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. കുറേ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതങ്ങനെ പബ്ലിക്കൊന്നും വരാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ശരി നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ബീച്ചിൽ നന്നായിട്ട് കളിച്ച് എല്ലാ കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു.
നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സാധനങ്ങൾ കാണുന്നില്ലേ, അതെല്ലാം ഞണ്ടുകളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ തിരയടിച്ചു വരുമ്പോൾ ഞണ്ട് അതിൻ്റെ കൂടെ വരുന്നത് കാണുന്നത്. പക്ഷെ നമുക്ക് അടുത്ത് പോയൊന്നും ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമ്മളെ കണ്ട് പേടിച്ചിട്ടായിരിക്കണം. അത് ഒന്നുകിൽ അടുത്ത തിര വരുമ്പോഴേക്കും അത് അതിൻ്റെ കൂടെ അങ്ങ് പോവും, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് മണലിൽ കുഴി കുത്തി അങ്ങ് ഇറങ്ങിപ്പോവും. നിങ്ങളിതൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാവും, പക്ഷേ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ഞണ്ടുകളുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട്. ആ ബീച്ച് ഫുള്ള് ഇങ്ങനെ ഇതുപോലെ ഞണ്ടാണ്. പക്ഷെ നമ്മളങ്ങനെ കടിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും തന്നെ അത് അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. ക്യാപ്സിക്കം, സവോള, ക്യാരറ്റൊക്കെ അതൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത്, ചിക്കനും പനീറും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കി കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം രാത്രി വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാണ്. ശരിക്കും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണേ. നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണല്ലോ. നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. അപ്പോൾ രാവിലത്തെ ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അതിന് മുന്നേ ജസ്റ്റ് വെറുതെ ഒന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വലിയ വെയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ രാവിലെയും ബീച്ച് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തേക്കാൾ കൂടുതൽ രാവിലെയാണ് കുറച്ചും കൂടി എന്തോ ഒരു ഭംഗി. അതെന്താണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ശരിക്കും കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനായിട്ടൊരു ദിവസം കിട്ടിയത് കേട്ടോ. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷത്തോടു കൂടി അങ്ങനെ നമ്മൾ തിരിച്ച് ഈ ബീച്ച് ഹൗസിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വ്ലോഗും ഞാനിവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.